ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുക്കീസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ താഴെയായിട്ട്, 1/4 ടീസ്പൂൺ വേണ്ട, അതിനും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വേറെ ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉരുട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലൊന്നും തന്നെ അധികം വിള്ളലൊന്നും വരാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്ത് നല്ല ഷേപ്പിൽ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇനി ഇത് ഞാൻ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ എന്തായാലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോവും. അപ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് മാറ്റാം അത്. അപ്പോൾ അതിന് മുന്നേ ഒരു 5 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ടൈം വെച്ച് കൊടുക്കുകയാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 20 മിനിറ്റ് ടൈം വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സമയത്ത് ഇതിൽ നിന്ന് എടുക്കരുത്, അപ്പോൾ അത് പൊട്ടിപ്പോവും. ഇത് നന്നായി ഒന്ന് ചൂടാറണം. പിന്നെ ഈ സമയത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉറച്ച പോലെ തോന്നില്ല. പക്ഷേ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്നൊക്കെ സുഖമായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുക്കീസാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.